ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അതേ എണ്ണയൊന്നും ചേർക്കാതെ നല്ല മൊരുമൊരാന്ന് നമുക്ക് വറുത്തെടുക്കാം. അതേപോലെ ഉള്ള നല്ല ജ്യൂസിയാണ്, നല്ല ഫ്ലേവറാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടി. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കണം. ഇപ്പോൾ 2 കിലോ ചിക്കന് വേണ്ടിയുള്ള അരപ്പാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു കൈപ്പിടി വെളുത്തുള്ളിയാണ് ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു ജാറിലേക്ക്. പിന്നെ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 സ്പൂൺ കുരുമുളകാണ്, മുഴുവനെയുള്ള കുരുമുളക്. പിന്നെ ഒരു 3 ടീസ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്, അതൊരു 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് പെരുംജീരകത്തിൻ്റെ പൊടിയാണ്, അത് 1 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് മല്ലിയില. ഇതിൻ്റെ ഒരു ഫ്ലേവർ നല്ലൊരു ഫ്ലേവറാട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു നാരങ്ങയുടെ നീരും കൂടെ ചേരുമ്പോൾ നമ്മുടെ ചിക്കൻ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും കിട്ടും. ഇത് തീർച്ചയായിട്ടും ആരും ഒഴിവാക്കരുത് കേട്ടോ, ഈ മല്ലിയിലയും നാരങ്ങ നീരും. അപ്പം ഒരു ചെറിയ നാരങ്ങയുടെ നീരാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടി വെള്ളത്തിന് പകരം ഞാൻ ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ്. നമ്മൾ ഏത് എണ്ണയ്ക്കകത്താണോ ചിക്കൻ വറുക്കാൻ എടുക്കുന്നത് ആ എണ്ണ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടി. വെള്ളം ചേർക്കുകയോ ചെയ്യരുത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ മസാലയുടെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. എണ്ണ ഒരു 1.5 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. എന്നിട്ട് ഇത് ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. തേച്ച് തിരുമ്മി പിടിപ്പിക്കണം, എന്നാലേ അതിൻ്റെ മുളകും ഉപ്പും പുളിയും എല്ലാം ചിക്കനിലേക്ക് ഇറങ്ങത്തുള്ളൂ. നന്നായിട്ട് കുറച്ച് പ്രസ് ചെയ്ത് തേച്ച് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കണം. എന്നിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടി. അപ്പോൾ അരമണിക്കൂർ മിനിമം സമയം കേട്ടോ. എത്ര സമയം ഇരിക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടുതലാണ് ചിക്കൻ വറുത്തെടുക്കുമ്പോൾ. അപ്പോൾ മസാലയ്ക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ഉപ്പ് നോക്കണം, അല്ലെങ്കിൽ ഇത് ഫ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ ചേർത്ത് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ രാത്രിയിലേക്കുള്ള ആവശ്യത്തിനാണ് ഞാൻ ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഉച്ചയ്ക്കൊന്ന് ഫ്രൈ ചെയ്തു, ആ പാനാണ്, കഴുകിയിട്ടില്ല. അപ്പോൾ ഇത് മൂടി തന്നെ വെച്ചിരുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ആ പാൻ തന്നെ എടുത്തത്. അപ്പം ഞാൻ അന്നേരം ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, ആവശ്യത്തിനനുസരിച്ച് മാത്രം. ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചേക്കത്തില്ല. അപ്പം ഉച്ചയ്ക്ക് ഒന്നിച്ച് ഫ്രൈ ചെയ്ത് വെക്കുമ്പം രാത്രിയാകുമ്പം അതൊരു വല്ലാതാവും. നമ്മൾ ആ കറക്റ്റ് ആ ചൂടോടെ ആ മൊരിഞ്ഞ് ഫ്രഷായിട്ട് കഴിക്കുമ്പോഴാണ് ആ ടേസ്റ്റ് നമുക്കൊരു തൃപ്തിയുള്ളൂ. അപ്പം ഞാൻ ഉച്ചയ്ക്ക് വേണ്ടത് ഉച്ചയ്ക്ക് വറുത്തെടുത്തു. ഇപ്പോൾ രാത്രിത്തേക്ക് വേണ്ടതാണ് ഇപ്പോൾ വറുത്തെടുക്കുന്നത്. അപ്പം ഞാൻ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. വളരെ കുറച്ച് എണ്ണ മാത്രം മതി. നമ്മൾ അരപ്പിൽ എണ്ണ ചേർത്ത് കൊടുത്തേയല്ലോ. അപ്പം ഫ്രൈ ആക്കാൻ വേണ്ടി വളരെ കുറച്ച് എണ്ണ മാത്രം മതിയാകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ അപ്പം വീട്ടിൽ തന്നെ ആട്ടിയ എണ്ണ ആയതുകൊണ്ടാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഭാഗം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ച് വിട്ട് ഇത് മൊരിച്ചെടുക്കണം. അതും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച്, ഫ്ലെയിം വളരെ കുറച്ച് മാത്രം വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് തിരിച്ചും മറിച്ച് വിട്ട് കുറച്ച് സമയം എടുക്കും. പക്ഷേ സമയം എടുക്കുവാണെങ്കിലും ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ചിക്കൻ ഇവിടെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനി മാറ്റി കൊടുത്തിട്ട് അടുത്ത് കുറച്ചും കൂടെ ഇടാനുണ്ട്, കുറച്ചും കൂടെ ഫ്രൈ ആക്കാനുണ്ട്. അപ്പം എണ്ണ ഞാൻ പിന്നെ ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എണ്ണ കുടിക്കത്തില്ല. നമ്മൾ ഇങ്ങനെ അരപ്പിൽ എണ്ണ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് എണ്ണ അധികം കുടിക്കത്തില്ല. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടേ ഇല്ല. ആദ്യം ഒഴിച്ചു കൊടുത്ത എണ്ണയിലാണ് പിന്നെ രണ്ടാമത് വറുത്തെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ലെഗിൻ്റെ പീസ് മാത്രമേ ഉള്ളൂ വലുതായിട്ട്, ബാക്കിയെല്ലാം ചെറിയ പീസുകളാണ്. അപ്പോൾ ഇങ്ങനെ ഇളക്കിയിട്ട് സ്പൂൺ ഉണ്ടെന്ന് ഇളക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ മൊരിച്ചെടുക്കുക. അപ്പം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിക്കോളും. എന്നിട്ട് പാനിയിൽ നിന്ന് ഇതെല്ലാം എടുത്ത് പറക്കി മാറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ എണ്ണയിൽ തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ മൊരിച്ചെടുത്ത അതിനകത്ത് എണ്ണ കാണും. എണ്ണ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ആദ്യം നമ്മൾ എത്ര എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു അതിന് കുറച്ചെങ്കിലും അതിനകത്ത് കാണും. അപ്പോൾ ആ വറുത്തെടുത്ത കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഓക്കെ, താങ്ക്